ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്തു പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ബാഹുബലി എന്ന് പേരിട്ട് വിളിക്കുന്ന ISROയുടെ LMV-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ചത്. बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3 M5 का उत्थापन द्वितीय प्रमोचन मंच से. മനു ഭരത് വിവരങ്ങളുമായി. മനു, ചന്ദ്രയാന് ശേഷമുള്ള LMV-3യുടെ അടുത്ത ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സൈനിക മേഖലയിൽ ഏറ്റവും വലിയ കരുത്താകുന്ന ഒരു ദൗത്യം കൂടിയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് 5:26 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉയർന്നു പൊങ്ങിയത് ഇന്ത്യയുടെ ആത്മാഭിമാനം കൂടിയാണ്. തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു ഉപഗ്രഹം ആണ് നമ്മൾ ഇന്ന് വിക്ഷേപിച്ചത്. 4400 കിലോ പേലോഡ് വരുന്ന ഈ പേലോഡ് വിക്ഷേപിക്കുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഇത്രയും വലിയ ഭാരം ബഹിരാകാശത്തേക്ക് ഉയർത്തുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഏതായാലും ഇന്ത്യയുടെ LV Mark 3 ആ വിജയം ആഘോഷിക്കുകയാണ്. ആ ദൗത്യം പൂർണ്ണ വിജയം എന്ന് ISRO മേധാവി വ്യക്തമാക്കുന്നു. ഡോക്ടർ V നാരായണന്റെ വാക്കുകൾ കടമെടുത്താൽ നേരത്തെ ഇന്ത്യയുടെ ആ അഭിമാനം വാനോളം ഉയർത്തിയതാണ് ചന്ദ്രയാൻ പദ്ധതിയിൽ ഈ വിക്ഷേപണ യന്ത്രം. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു. 100% വിജയമാണ് എന്ന് പ്രോജക്റ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ P മാധുരി പറയുന്നു. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാഭിമാനത്തിൻ്റെ നിമിഷം. ഇത് പ്രധാനമായും സൈനിക ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേവി ആയിരിക്കും കൂടുതലായും ഇതിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുക. കൂടുതൽ കണക്ടിവിറ്റി നേവിയെ സംബന്ധിച്ചിടത്തോളം ഷിപ്പ്, സബ്മറൈൻ, അതുപോലെ മുങ്ങിക്കപ്പലുകൾ, കപ്പലുകൾ, പിന്നെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ തമ്മിലൊക്കെയുള്ള ഇനി ഒരു ബന്ധം കൂടുതൽ ദൃഢമാകും. അതായത് കണക്ടിവിറ്റി കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നുള്ള ഡാറ്റ കണക്ടിവിറ്റി, അതുപോലെ വോയിസ്, ഇമേജ് കണക്ടിവിറ്റികളെല്ലാം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും. അത് കൂടുതൽ ഇന്ത്യക്ക് ഒരു വലിയ നേട്ടമാകും. റിമോട്ട് കണക്ടിവിറ്റി കൂടി ഇതിൻ്റെ ഭാഗമായി വരും. അപ്പോഴത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക രംഗത്തുണ്ടാകുന്ന ഒരു വലിയ മികവാണ്. സൈനിക രംഗത്തുണ്ടാകുന്ന ഒരു വലിയ മികവാണ്. നേരത്തെ നമുക്കറിയാം 2013 GSAT രുക്മിണി ഇന്ത്യ വിക്ഷേപിച്ചിരുന്നു. അത് നാവികസേനയ്ക്ക് ആവശ്യമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അതിന് പിന്തുടർച്ചയായാണ് അടുത്ത GSAT 7R വിക്ഷേപിക്കുന്നത്. അത് ഇന്ത്യയിലെ ഈ സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ്. നമ്മൾ സാധാരണ ഇത്രയും വലിയ പേലോഡുകൾക്ക് നേരത്തെയൊക്കെ ഫ്രഞ്ച് സഹായം ആണ് നമ്മൾ പ്രധാനമായും തേടിയിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു എന്നത് ആത്മനിർഭരൻ ഭാരതിൻ്റെ ഒരു ശുഭസൂചന കൂടിയാണ് എന്നതുകൂടി ഇവിടെ ഓർക്കണമെന്ന് ISRO ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ അഭിമാനമാണ് വാനോളം ഇന്നത്തെ ദിവസം ഉയരുന്നത്. LMV-3യുടെ വിക്ഷേപണം, അടുത്ത ദൗത്യ വിക്ഷേപണം വിജയകരമായിരിക്കുന്നു.